ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാന്റസി ഗുരു. ഗെയിം വീക്ക് 17 സാധ്യതയെ സംസാരിക്കുന്ന ഫാന്റസി ഗുരുവിന്റെ മറ്റൊരു എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ നോക്കാൻ പോകുന്ന രണ്ട് ടോപ്പിക്കുകളെ പറ്റിയാണ്. ഒന്ന് ആഫ്രിക്കൻ നേഷൻസ് കപ്പ്, അതുപോലെ തന്നെ ഏഷ്യൻ കപ്പ്. ഈ രണ്ട് കളികളുമായി ബന്ധപ്പെട്ട് FPL എന്ന് സംഭവിക്കുന്നു. അതിന്റെ കൂടെ തന്നെ ഹാളിന്റെ ഒരു ഇഞ്ചുറി അപ്ഡേറ്റും കൂടെ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഗെയിം വീക്കിൽ നോക്കുന്നത്. അതല്ലാതെ ഒരു കാര്യമായ മറ്റു ടോപ്പിക്കുകളിലോട്ട് പോകാനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടില്ല. ബിക്കോസ് നമുക്കറിയാം ഗെയിം വീക്ക് വരുന്നത് ഫ്രൈഡേ ഈവനിങ് ആണ്. നമുക്ക് UCL നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന്റെ എല്ലാം തിരക്കുകൊണ്ട് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. പക്ഷെ ഉള്ള ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് നമ്മൾ ഈ രണ്ട് ടോപ്പിക്കുകളാണെന്ന് മെയിനായിട്ട് സംസാരിച്ചു പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിന്റെ വിശേഷങ്ങൾ, അല്ലെങ്കിൽ അത് എങ്ങനെ FPL ബാധിക്കുമെന്ന് നോക്കാം. ഈ കളി തുടങ്ങുന്നത് ജനുവരി 13 തുടങ്ങി ഫെബ്രുവരി 11 അവസാനിക്കുന്ന രീതിയിൽ ഏറെക്കുറെ ഒരു മാസം കാലയളവിലായിരിക്കും ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഓഫ് ഉണ്ടാവുന്നത്. സോ അങ്ങനെ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കപ്പ് ഓഫ് നേഷൻസിന് കളിക്കാർ പോകുമ്പോൾ നമുക്ക് ഇനീഷ്യലി സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഓഫിനായിട്ട് പോകുന്ന കളിക്കാർ ഡെഫിനറ്റ് ആയിട്ടും ഗെയിം വീക്ക് 21 തീർച്ചയായിട്ടും ബ്ലാങ്ക് ആയിരിക്കും. അവർക്ക് കളി ഉണ്ടാവും, പക്ഷെ അവർക്ക് കളിക്കാൻ സാധിക്കില്ല. സോ ഗെയിം വീക്ക് 21 ഈ തരം കളിക്കാർ തീർച്ചയായിട്ടും മിസ്സാവും. അതിനുശേഷം അവരുടെ നാഷണൽ ടീമുകൾ റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഗെയിം വീക്ക് 22 എഗെയിൻ അവർക്ക് മിസ്സാവും. അതിനുശേഷം ക്വാർട്ടർ ഫൈനലായിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിം വീക്ക് 23 മിസ്സാവുന്നു. അതുപോലെ സെമി ഫൈനലിൽ എത്തിക്കഴിഞ്ഞാൽ ഗെയിം വീക്ക് 24 മിസ്സാവും. സോ ഒരു പ്ലെയർ കളിക്കാൻ പോയി ഫൈനലിൽ കഴിഞ്ഞാൽ തിരിച്ചു വരുന്നെങ്കിൽ ഏറെക്കുറെ 4 ഗെയിം വീക്കുകൾ അവർക്ക് മിസ്സാവും. അതല്ല ഫസ്റ്റ് റൗണ്ടിൽ തന്നെ തിരിച്ചു വരുമെങ്കിൽ, തോറ്റു തിന്നമ്പാടി വരുമെങ്കിൽ വലിയ കാര്യമായ പരിക്കുകൾ ഉണ്ടാവില്ല. ഗെയിം വീക്ക് 21 മാത്രമേ മിസ്സാവുന്നുള്ളൂ. സോ ഇത്തരത്തിൽ കളിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ കളിക്കാർ മിസ്സാവുന്ന ടീമുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും സേഫസ്റ്റ് ടീം എന്ന് പറയുന്നത് അത് മാഞ്ചസ്റ്റർ സിറ്റിയും ന്യൂകാസ്ലുമാണ്. ഈ രണ്ട് ടീമുകളിൽ നിന്ന് ആരും തന്നെ കപ്പ് ഓഫ് നേഷൻസിന് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ടീമുകൾ കളിക്കാർ വളരെ സേഫ് എന്ന് പറയുന്നത്. എന്നാൽ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഏറ്റവും കൂടുതൽ കളിക്കാരായിട്ടുള്ള 7 കളിക്കാര് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൽ നിന്ന് കളിക്കാൻ പോകും. അതുപോലെ തന്നെ വെസ്റ്റ് ഹാമിൽ നിന്ന് 4 കളിക്കാര് കളിക്കാൻ പോകുന്നുണ്ട്. സോ ഇത്തരം ടീമുകളിൽ നിന്ന് കളിക്കാർ എടുത്തു വെച്ചിട്ട് ശ്രദ്ധിച്ചോളാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെയിൻ ആയിട്ട് ഏറ്റവും പ്രമുഖ കളിക്കാർ ആരെല്ലാം ഈ ആഫ്കോണ് പോകുന്നുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാമത്തെ പ്ലെയർ മുഹമ്മദ് സല പോകുന്നു. അതിന്റെ കൂടെ തന്നെ ബ്രയാൻ എംബ്യൂമോ, വിസ, രണ്ടുപേരും ബ്രെൻഫോർഡ് പ്ലേയേഴ്സ് ആണ്. പിന്നെ അഡിങ്കര, താരിഖ് ലാംഡി ബ്രൈറ്റനിൽ നിന്ന് പോകുന്നു. നിക്കോളാസ് ജാക്സൺ, അയ്യു, ഡൊക്കോറെ, അലക്സി ബോബി, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ലൂട്ടന്റെ കബോറെ, യുണൈറ്റഡിന്റെ കീപ്പർ ഒനാന, അമറാവത്ത്, അവോണി, സാറ്, ബിസോമ, ടോട്ടൻഹാമിൽ നിന്ന്. വെസ്റ്റ് ഹാമിൽ നോക്കുവാണെങ്കിൽ കുഡൂസ്, ബെൻറാമ, ഓർഗാഡ്, കോർണറ്റ്, വോൾസിൽ നോക്കുവാണെങ്കിൽ ഐറ്റ്നൂരി. സോ ഇത്രയും പ്രമുഖ കളിക്കാരാണ് ഈ ആഫ്കോണ് പോകുന്നത്. അതായത് ഗെയിം വീക്ക് 21 മുതൽ മിസ്സാവാൻ ചാൻസ് ഉള്ള കളിക്കാർ. സോ ആ ഒരു രീതിയിൽ ഇപ്പോഴേ പ്ലാൻ ചെയ്തുള്ള ഇത്രയും മെയിൻ കളിക്കാരെ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇതേ ഒരു സിനാറിയോ തന്നെയാണ് ഏഷ്യൻ കപ്പിനെ സംബന്ധിച്ച് പറയുന്നത്. ഏഷ്യൻ കപ്പിനെ സംബന്ധിച്ച് നമുക്ക് അത്ര അറിയേണ്ട കാര്യം, ബിക്കോസ് ഏഷ്യൻ കപ്പിന് പോകുന്ന കളിക്കാരെന്ന് പറയുന്നത് വളരെ കുറവ് കളിക്കാർ മാത്രമാണ് ഏഷ്യൻ കപ്പിന് പോകുന്നത്. എന്നിരുന്നാൽ പോലും അതിന്റെ ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ 12 ജനുവരിയിൽ തുടങ്ങി 10 ജനുവരിയിൽ അവസാനിക്കുന്ന ഏറെക്കുറെ ഒരു മാസം കാലയളവിൽ നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റ്. നേരത്തെ ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് റൗണ്ട് കളിക്കാൻ പോകുമ്പോൾ തന്നെ ഗെയിം വീക്ക് 21 മിസ്സാവുന്നു. ഗ്രൗണ്ട് ഓഫ് 16 പോകുമ്പോൾ ഗെയിം വീക്ക് 22 മിസ്സാവുന്നു. ക്വാർട്ടർ ഫൈനൽസിലോട്ട് പോകുന്നത് 23 മിസ്സാവും. ഫൈനൽസ് സെമി ഫൈനൽസിലോട്ട് പോകുകയാണെങ്കിൽ ഗെയിം വീക്ക് 24 വരെ മിസ്സാവും. സോ ഒരു കളിക്കാരൻ പോയി മുഴുവൻ ടൂർണമെന്റ് കഴിഞ്ഞാൽ വരുന്നെങ്കിൽ ഏറെക്കുറെ 4 ഗെയിം വീക്കുകൾ മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. ബാക്കിയെല്ലാം ആഫ്കോണെ പറ്റി പറയാനുള്ളത്. പക്ഷെ നമ്മൾ കളിക്കാർ മിസ്സാവുന്ന നോക്കിക്കഴിഞ്ഞാൽ മേജർ മിസ്സിംഗ് വരുന്നത് അത് ടോട്ടൻഹാമിന് അവരുടെ ക്യാപ്റ്റനായ സണ്ണിന്റെ സേവനം ലഭ്യമായിരിക്കുന്നില്ല. ഇതേ കാലയളവിൽ തന്നെ വൂൾസിന്റെ പ്ലെയർ ആയിട്ടുള്ള ഹീച്ചാൻ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഹീച്ചാനും ഇതേ കാലയളവിൽ മിസ്സായിരിക്കും. സോ ഇത്തരം പ്ലേയേഴ്സിനെ കരുതി വെച്ചിട്ട് ശ്രദ്ധിച്ചോളൂ. പിന്നെ മറ്റൊരു ഫേമസ് അസറ്റ് മിസ്സാവുന്നത് മറ്റാരുമല്ല റൈറ്റിന്റെ ജപ്പാന്റെ പ്ലെയർ ആയിട്ടുള്ള മിറ്റോമ, അതുപോലെ തന്നെ ആഴ്സണൽ ടോമിയാസു, ലിവർപൂളിന്റെ എൻഡോ, അതുപോലെ തന്നെ സൊമാൻ ഗൊഡോസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്ലെയർ ഉണ്ട്. ഏത് ടീമിൽ കളിക്കാൻ എനിക്ക് പെടുത്തില്ല. ഇറാൻ പൗരനാണ്, ഇറാൻ കളിക്കാരനാണ്. സോ ഇത്തരം കളിക്കാരാണ് ഏഷ്യൻ കപ്പുമായിട്ട് ബന്ധപ്പെട്ട് മിസ്സാവുന്നത്. സോ കുറെ ആളുകൾ ചോദിച്ചതിനുള്ള മറുപടി ആയിട്ടാണ് ഈ പറയുന്നത്. ആഫ്രിക്കൻ നേഷൻസ് കപ്പും അതുപോലെ തന്നെ ഏഷ്യൻ കപ്പുമായിട്ട് നമുക്ക് റിയലി എഫക്ട് ചെയ്യുന്ന ഗെയിം വീക്ക് 21 മുതലാണെന്ന് മാത്രം മനസ്സിലായിക്കൂടാ. സോ ഇതാണ് ആ ഒരു കാര്യത്തെ പറ്റി പറയാനുള്ളത്. ഇനി നമ്മുടെ മെയിൻ ടോപ്പിക്കായിട്ടുള്ള ഹാലൻഡിന്റെ ഇഞ്ചുറിനെ പറ്റി നമുക്ക് സംസാരിക്കാം. നമുക്കറിയാം അപ്രതീക്ഷിതമായിട്ട് ലൂട്ടനായുള്ള ഗെയിമിനെതിരെ ഹാലൻഡ് ടീമിനുണ്ടായിരുന്നില്ല. അത് വളരെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. എന്നിരുന്നാൽ പോലും സാമാന്യ ബോധമുള്ളവരൊക്കെ സലയെ വൈസ് ക്യാപ്റ്റൻ വെച്ചുകൊണ്ട് വലിയ തട്ടുകേടില്ലാതെ നമുക്ക് ആ ഒരു ഗെയിം വീക്ക് കഴിഞ്ഞു പോകാൻ കഴിഞ്ഞു. ആ സാമാന്യ ബോധം എന്ന് പറയുമ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ പെടുന്നില്ല. എന്റെ വൈസ് ക്യാപ്റ്റൻ മുഹമ്മദ് സല ആയിരുന്നില്ല. ഞാൻ വലിയ ഓവർ സ്മാർട്ട് കളിച്ച് മറ്റൊരു പ്ലെയറെ
വെച്ച് 2-4 പോയിന്റുമായിട്ട് ആകെ ഒരു പ്രത്യേക അവസ്ഥയിലാണ് നിൽക്കുന്നത്. അത് ആ വഴിക്ക് പോട്ടെ. എന്നാണെങ്കിലും ഹാലൻഡ് ക്യാപ്റ്റൻസിക്ക് വൈസ് ക്യാപ്റ്റൻ സ്ഥലം വെച്ചവരൊക്കെ പോയിന്റ് എടുത്തു എന്ന് വിശ്വസിക്കുന്നു. സോ അങ്ങനെ ഹാലൻഡ് ഇഞ്ചുറി ആവുന്നു. ആ ഇഞ്ചുറിയെ പറ്റി നമുക്ക് വാർത്തകൾ വരുന്നു. നമ്മൾ ആദ്യം കേൾക്കുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇനി ഹാലൻഡ് വരാൻ പോകുന്ന ക്ലബ് വേൾഡ് കപ്പ് അവരുടെ ഗെയിം അഗൈൻസ്റ്റ് അൽ അഹ്ലി എന്ന് തോന്നുന്നു സൗദിയിൽ ആ കളിക്കരിക്കുന്ന ഹാലൻഡിന്റെ സർവീസ് ലഭ്യമാണെന്നാണ് നമ്മൾ ഇനീഷ്യലി കേട്ട വാർത്ത. എന്നാൽ ചാമ്പ്യൻസ് ലീഗ് സിറ്റി കളി ഉണ്ടായിരുന്നു, ഇന്നലെ ആയിരുന്ന കളി. ആ കളിക്ക് മുന്നോടിയായിട്ട് പെപ് ഗാർഡിയോള പറഞ്ഞത് ഹി വിൽ ബി ബാക്ക് ഓൺ തേഴ്സ്ഡേ, അതായത് വ്യാഴാഴ്ച ഹാലൻഡ് തിരിച്ചെത്തുമെന്നൊരു വാക്ക് ഗാർഡിയോളയുടെ വായിൽ നിന്ന് ചാടാനിടയുണ്ടായി. ആ ഒരു പർട്ടിക്കുലർ ഒരു ഫ്രേസിന്റെ അർത്ഥം നമുക്ക് പല രീതിയിൽ വായിച്ചെടുക്കാം. ഒന്ന്, തേഴ്സ്ഡേ പുള്ളി ക്യാമ്പിൽ നിന്നിട്ട് പുള്ളിക്ക് അസസ്മെന്റ് ഉണ്ടെന്നാണോ, അത് തേഴ്സ്ഡേ പുള്ളി ടീമിനൊപ്പം ജോയിൻ ചെയ്ത് ട്രെയിൻ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് തോന്നുന്നത്. എന്നിരുന്നാലും അതിനെപ്പറ്റി കൂടുതൽ വറി ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് ഹാലൻഡിന്റെ കളി വരുന്നത് സാറ്റർഡേ ആണ്. അപ്പോൾ ഫ്രൈഡേ നമുക്ക് പ്രസ് മീറ്റിൽ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ വരികയും ഗാർഡിയോള ഹോപ്പ്ഫുള്ളി വിൽ ഗീവ് സം മോർ ക്ലാരിഫിക്കേഷൻ ഓൺ ഹാലൻഡ് ഇഞ്ചുറി എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഹാലൻഡിന്റെ കാര്യത്തെപ്പറ്റി ഏറെക്കുറെ ബൈ ഫ്രൈഡേ വിൽ ഹാവ് എ ക്ലിയർ പിക്ചർ. ഇനിയിപ്പോ ഇൻ കേസ് ഹാലൻഡ് ഇഞ്ചേർഡ് ആണ് പറയണമെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്. ബിക്കോസ് ഗെയിം വീക്ക് 17 ഇഞ്ചുറി ആണെങ്കിൽ ഗെയിം വീക്ക് 18 നേരത്തെ പറഞ്ഞ ഹാലൻഡിന് ബ്ലാങ്ക് ഗെയിം വീക്ക് ആണ്. സോ അതുകൊണ്ട് തന്നെ 2 ഗെയിം വീക്കുകൾ ഹാലൻഡിന്റെ സേവനം നഷ്ടമാകുന്നു എന്നുള്ളത് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു വസ്തു തന്നെയാണ്. ബിക്കോസ് എക്സ്പെഷ്യലി വെൻ ഈസ് പ്രൈസ്ഡ് അറ്റ് 14 മില്യൺ. സോ അത്തരത്തിലൊരു കാര്യത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ എടുക്കേണ്ട ഒരു സ്ട്രാറ്റജി എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്ന്, 3 രീതിയിൽ നമുക്ക് ഈ കാര്യത്തെ അപ്രോച്ച് ചെയ്യാം. ഒന്ന്, ഹാലൻഡിനെ കീപ്പ് ചെയ്യാം. എന്തുകൊണ്ട് കീപ്പ് ചെയ്യാം? അതായത് നമ്മളെ സംബന്ധിച്ചാൽ ചില ചിന്തിക്കുന്ന ഒരു, അല്ലെങ്കിൽ ഈ 3 ചിന്താഗതിയും ഒന്നും റോങ് അല്ല. എന്നാലും ഞാൻ 3 സിനാറിയും പറഞ്ഞു വെക്കണം. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞ ഹാലൻഡിനെ കീപ്പ് ചെയ്യാം. എന്തുകൊണ്ട് കീപ്പ് ചെയ്യാം? ഒന്നാമത്തെ കാര്യം, ഇത്തരത്തിലൊരു ഫിക്സർ കണ്ടീഷൻ വരുമ്പോൾ നമ്മളൊരു ഒരു ട്രാൻസ്ഫർ വെറുതെ കളയാതെ കീപ്പ് ചെയ്യുക എന്നുള്ളത് നമുക്ക് മറ്റ് അസറ്റുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കാം. അങ്ങനത്തെ ഒരു കാര്യത്തിന് ഉപകരിക്കാൻ കഴിയും. അപ്പൊ എന്ത് ചെയ്യാം, ഹാലൻഡിനെ തൽക്കാലം ബെഞ്ചിലേക്ക് എടുത്തില്ല. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ബെഞ്ച് ഇത്തിരി വീക്ക് ആണെങ്കിൽ, ലെറ്റ്സ് ആർച്ചറൊക്കെ നമ്മുടെ ബെഞ്ചിൽ ഇരിക്കണമെങ്കിൽ ആർച്ചറിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ റൗൾ ഹിമനസിനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ മത്തിയസിനെ കൊണ്ടുവരാം വോൾസിനെ, അല്ലെങ്കിൽ ജോയ് റോഡ്രിഗസിനെ ബേൺലിയുടെ കൊണ്ടുവരാം. ഇത്തരം കളിക്കാരെ ബെഞ്ചിൽ നിന്ന് ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ടീമിലേക്ക് ഇറക്കുകയും ഹാലൻഡിനെ ബെഞ്ചിലേക്ക് ഇട്ടുകൊണ്ടും ആ ഒരു ട്രാൻസ്ഫർ സേവ് ചെയ്യും. പിന്നെ ഹാലൻഡിനെ തിരിച്ചെടുക്കാനുള്ള തലവേദന ഒഴിവാക്കുകയും ചെയ്യാന്നുള്ള ഒരു ഉപകാരമുണ്ട്. അങ്ങനെ എന്തുകൊണ്ട് ഈ 3 ഫോർവേഡ്സിന്റെ കാര്യം പറയുന്നത് വെച്ചാൽ ഇവർ 3 പേരും അത്യാവശ്യം ബഡ്ജറ്റ് എനേബിളേഴ്സ് ആണ്. 3 പേർക്ക് ഈസി റൺ ഓഫ് ഫിക്സർ. ബേൺലി ഫിക്സേഴ്സ് നോക്കുക, എവർട്ടൺ ഫുൾഹാം ആണ് വരുന്നത്, പിന്നെ ലിവർപൂൾ ആവശ്യമില്ല, പിന്നെ ലൂട്ടൺ വരുന്നു. വൂൾസിനെ സംബന്ധിച്ച് വെസ്റ്റ് ഹാം, ചെൽസി, ബ്രെൻഫോർഡ്, എവർട്ടൺ. ഫുൾഹാമിനെ സംബന്ധിച്ച് ന്യൂകാസിൽ കഴിഞ്ഞിട്ട് ബേൺലി, ബോർണ്മൗത്ത് 2 ഗെയിം വരുന്നു. സോ ഹാലൻഡ് ഔട്ട് ആയിട്ടുള്ള പീരീഡിൽ നമുക്ക് ബെഞ്ചിൽ നിന്ന് പതുക്കെ എടുത്ത് പൊക്കിക്കൊണ്ട് വരാൻ കഴിയുന്ന 3 പ്ലേയേഴ്സ് ആണ് ഈ പ്ലേയേഴ്സ്. സോ ഹാലൻഡിനെ കീപ്പ് ചെയ്യണവർക്ക് ഹാലൻഡിനെ ബെഞ്ചിലേക്ക് ഇടുക, ഈ പ്ലേയേഴ്സ് ആരെങ്കിലും വാങ്ങി വെക്കുക. ഇനി അതല്ലാത്തവർക്ക് ഒരു അപ്രോച്ച് നോക്കിയാൽ തൽക്കാലം ഹാലൻഡ് ഇപ്പൊ 2 വീക്ക് ഔട്ട് ആണെങ്കിൽ ആ 2 വീക്ക് ഹാലൻഡിനെ ഇങ്ങോട്ട് ഒഴിവാക്കുന്നു. അതിനുശേഷം ആ ഒരു പർട്ടിക്കുലർ ഫോർവേഡിലേക്ക് വേറൊരു പ്ലെയറെ കൊണ്ടുവരുന്നു. അതായത് ഹാലൻഡിനെ കൊടുക്കുന്നു, വേറൊരു ഫോർവേഡിനെ കൊണ്ടുവരുന്നു. 2 ആഴ്ചത്തേക്ക് ഹാലൻഡ് തിരിച്ചു വരുന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഹാലൻഡിനായിട്ട് തിരിച്ചു വരുന്നു. ആ ഒരു അപ്രോച്ച് എടുക്കാം. സോ അങ്ങനെ അപ്രോച്ച് എടുക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒരു പ്രൈസ് ലിമിറ്റ് ഒന്നുമില്ല, ഏതെങ്കിലും ഫോർവേഡിനെ എടുത്തു വെക്കാൻ കഴിയും. അങ്ങനെ എടുത്തു വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോർവേഡിലെ കൺസിഡറേഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് അത് മറ്റാരും ആയിരിക്കുന്നത്, അത് ഒരേ വാക്കിങ്സ് ആയിരിക്കണം. വാക്കിങ്സ് ആണ് ഹാലൻഡിനെ റീപ്ലേസ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച അസറ്റ് എന്ന് പറയുന്നത്. ഈ സീസണിലെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിട്ടുള്ള 3ാമത്തെ താരമാണ്. ഫോർവേഡ്സിന്റെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടച്ചസ് ഇൻസൈഡ് ദ ബോക്സ് ഉള്ളത്, അതുപോലെ തന്നെ വെരി ഗുഡ് സ്റ്റാറ്റ്സ് ഓൺ ഷോട്ട് ഓൺ ടാർഗറ്റ്, അറ്റംപ്റ്റ്സ്, എല്ലാത്തിലും മികച്ച സ്റ്റാറ്റ്സ് ഉള്ള പ്ലെയർ ആണ്. സോ ഒരേ വാക്കിങ്സ് ആയിരിക്കും നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഇനി ഒരേ വാക്കിങ്സ് ഓൾറെഡി ടീമിലുള്ളവർക്ക് ഹാലൻഡിനെ കൊടുത്തുകൊണ്ട് വേണമെങ്കിൽ സൊളാങ്കിയിലേക്ക് വരാം, ഡാർവിൻ ന്യൂസിലേക്കൊക്കെ വരാം. സോ വാക്കിങ്സ് ഇല്ലെങ്കിൽ വാക്കിങ്സിനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ആയിട്ടുള്ള സൊളാങ്കിയെ, ഈ പറഞ്ഞ ഡാർവിൻ ന്യൂസിനെ കൊണ്ടുവരാം. ഇതൊരു 2 വീക്സിലേക്ക് മാത്രമുള്ള സ്ട്രാറ്റജിയാണ്. അതായത് ഹാലൻഡ് തിരിച്ചു വരുമ്പോൾ നേരെ ആ ട്രാൻസ്ഫർ തിരിച്ചു ചെയ്ത് ഹാലൻഡിനെ തിരിച്ചെടുക്കുക എന്നുള്ളത്. ഇനി അതല്ലാതെ മറ്റൊരു രീതിയിലൊരു ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞ ഹാലൻഡിനെ വിറ്റുകൊണ്ട് മൊത്തം ടീമിലായിട്ട് ആ ഒരു കിട്ടുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതായത് ആ ഒരു സ്ട്രാറ്റജിക്ക് ഒരു ബാക്കപ്പ് ചെയ്ത് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒന്ന്, ഗെയിം വീക്ക് 17, ഗെയിം വീക്ക് 18 ഹാലൻഡ് ഇല്ല. പിന്നെ ഉള്ളത് ആ ഒരു സമയത്ത് അപ്പൊ നമ്മൾ ഹാലൻഡിനെ വിൽക്കുന്നു. അതിനുശേഷം നമ്മൾ മൊത്തം ടീമിനെ സ്ട്രെങ്ത് ചെയ്യുന്നു. അതിനുശേഷം പിന്നെ എങ്ങനെ ഹാലൻഡിനെ കൊണ്ടുവരുന്നുള്ള ക്വസ്റ്റ്യൻ അപ്പോൾ ബാക്കി വെക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ വേറെ രീതിയിൽ ഹാലൻഡിനെ തിരിച്ച് ടീമിലേക്ക് കൊണ്ടുവരുന്നത്. മറ്റൊന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഗെയിം വീക്ക് 21 ആകുമ്പോൾ ലിവർപൂളിൽ നിന്ന് സല പോകുന്നു, സ്പേഴ്സിൽ നിന്ന് സണ്ണ് വന്നു. സോ ആ 2 പ്ലേയേഴ്സിന് പോകുമ്പോൾ നമുക്ക് ധാരാളം ഫണ്ടുകളുണ്ട്. ആ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ഹാലൻഡിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും.
ഇനി അതല്ല, അപ്പോൾ ആ ഒരു രീതിയിൽ പോകുമ്പോഴും നമുക്ക് പ്രകടമാവുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് വെച്ചാൽ ഗെയിം വീക്ക് 20-ൽ നമ്മൾ പറഞ്ഞ ഗെയിം വീക്ക് 21-ലാണ് ഇവർ പോകുന്നത്. അപ്പോൾ 21-ൽ വിൽക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഗെയിം വീക്ക് 20-ൽ ഹാൾഡിന് ഗെയിം വരുന്നത് ആർക്കായിട്ടാണ്? ഷെഫീൽഡിനായിട്ട് വളരെ മികച്ചൊരു ഫിക്സർ വരുന്നുണ്ട്. സോ ഗെയിം വീക്ക് 20-ൽ ഹാൾഡിനെ ടീമിൽ എടുക്കാതെ ഷെഫീൽഡായിട്ട് കളിക്കാൻ പോകുന്നത് വളരെ ഒരു ഓക്വേർഡ് ഒരു ഡിസിഷൻ ആയിരിക്കും. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, ഒന്ന് ഗെയിം വീക്ക് 20-ൽ ലിവർപൂളിന് കളി വരുന്നത് ന്യൂകാസിലായിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ഗെയിം വീക്ക് 21-ൽ പോകാൻ നിൽക്കുന്ന സ്ഥലയെ ഒരു ഗെയിം വീക്ക് മുന്നേ ഗെയിം വീക്ക് 20-ൽ അങ്ങ് വിറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഗെയിം വീക്ക് 20 എഗെയിൻസ്റ്റ് ഷെഫീൽഡ് യു വിൽ ഹാവ് ഹാളണ്ട്, എഗെയിൻസ്റ്റ് ന്യൂകാസിൽ സല അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. പിന്നെ സല ആഫ്കോൺ പോകുന്നതോടുകൂടി ആ ഒരു ട്രാൻസ്ഫറും വലിയൊരു അല്ലെങ്കിൽ വലിയൊരു നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ കടന്നു പോകും. സോ ആ ഒരു രീതിയിലുള്ളൊരു സ്ട്രാറ്റജി നിങ്ങൾക്ക് മുന്നോട്ട് വെച്ച് കളിക്കാവുന്നതാണ്. സോ ഇതാണ് ഈ ഒരു പർട്ടിക്കുലർ ഗെയിം വീക്കിലായിട്ട് പറയാനുള്ളത്. അതല്ലാതെ കൂടുതൽ സംസാരിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ ഒരു റിസർച്ച് നടത്താനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടില്ല. ബാക്ക് ടു ബാക്ക് ഗെയിം വീക്സ് വരുന്നു, എയർലി ഡെഡ് ലൈൻസ് വരുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ വെച്ചുള്ളൊരു കണ്ടന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഡെഫിനറ്റ്ലി നമുക്ക് ആ ഒരു ഇതിൻ്റെ ഇടയിലുള്ള സമയങ്ങളിൽ എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും ഞാൻ കമന്റിൽ റിപ്ലൈ ചെയ്യുന്നതാണ്. വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.